CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് വിമർശനം. പയ്യന്നൂരിൽ അമിത ആത്മവിശ്വാസമുണ്ടായി. ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിടുന്നത് തടയാൻ നേതാക്കൾ ശ്രമിച്ചില്ലെന്നും വിമർശനമുണ്ടായി. അജീഷ് ജയകുമാർ അപ്ഡേറ്റ് ചെയ്യുന്നു കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ അജീഷ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഇതിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ചിലർക്ക് മാത്രമായിട്ട് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അതിൽ അവർ അഭിരമിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഒന്നും കിട്ടാത്തവർ ഇതെല്ലാം കണ്ട് അസ്വസ്ഥരാവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ടി.കെ. ഗോവിന്ദനെ പോലുള്ളവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത് ചില നേതാക്കളെങ്കിലും അറിയാമായിരുന്നു. പക്ഷേ അവരത് തടഞ്ഞില്ല എന്നും ഈ യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ടി.കെ. ഗോവിന്ദൻ പോലുള്ള പാർട്ടി വിട്ടവർ അവർ ആ ഭാഗങ്ങളൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ വിഷയവും വലിയ തിരിച്ചടിയായെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി. പോകുന്നവർ പോകട്ടെ എന്നുള്ളൊരു നിലപാടായിരുന്നു നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് എന്നായിരുന്നു ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന്. പാർട്ടി അനുഭാവികളും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ സഹായിച്ചുവെന്നും ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഈ മാറില്ല മാത്രമല്ല, ഈ പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും ഒക്കെ ശൈലിക്കെതിരെയും രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം ഉണ്ടായിരുന്നത്. പതിവില്ലാത്ത രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത്രയധികം വിമർശനം നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നത് തന്നെ ആദ്യമാണ്. അത്രയധികം കാര്യങ്ങളാണ് പ്രവർത്തകർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നേതൃത്വത്തിനെതിരെ പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിഷയങ്ങൾ അത് സംസ്ഥാനത്തിന് ഒട്ടാകെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായെന്നും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം തന്നെ ആ രീതി തന്നെ ശരിയായില്ലെന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും ഇന്നും നാളെയും ജില്ലാ കമ്മിറ്റി യോഗം കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ. ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് P.K. ശ്യാമള, തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു, അവരടക്കം ഉള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത്. എന്തായാലും ഈ ശൈലി മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ലെന്നുള്ളൊരു സ്വരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് അംഗങ്ങൾ കൂടുതൽ പേരും സ്വീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.